ഹലോ ഗായ്സ്, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരീക്ഷണമാണ്. ഇപ്പോൾ സക്സസ് ആണെങ്കിലും പരാജയമാണെങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലം ബ്രൗണി റെസിപ്പിയാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിൽ തന്നെ നമ്മുടെ ബേക്കിംഗ് ട്രേ ആണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി 9 ഇഞ്ച് സ്ക്വയർ മോഡിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് നോക്കുമ്പോൾ രണ്ട് സൈഡിലടിച്ച് ഹൈറ്റിൽ വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ 10 ഇഞ്ച് എടുക്കാം, പിന്നെ അല്ലെങ്കിൽ 8 ഇഞ്ച് എടുക്കാം. 10 ഇഞ്ച് ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിരിക്കും, 8 ഇഞ്ച് ആകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ബട്ടറും ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വേവിംഗ് മെഷീനിലിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബട്ടറും ചോക്ലേറ്റും അളന്നെടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടുന്നത് 80 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും 160 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടുമാണ്. അപ്പോൾ നമ്മൾ രണ്ടും അളന്നെടുത്തിട്ടുണ്ട്, 2 ഗ്രാം മെഷറിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓവൻ യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചൂടായി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക, നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇത് ബാറ്ററിലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് നമ്മുടെ ബാറ്ററിലായിട്ട് ആഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നമ്മൾ ബട്ടറും ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാകുന്നവരെ ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പം കണ്ടോ, നമ്മുടെ കറക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ ബട്ടറും ചോക്ലേറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. തേർഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് 1/4 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മൈദയൊക്കെ എടുക്കുമ്പോൾ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ബൗളിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നല്ല നീറ്റ് ആൻഡ് ഡ്രൈ ആയിരിക്കണം. അതിനുശേഷം 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് 3 തവണ അരിച്ചെടുക്കണം. വേണമെങ്കിൽ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 3 തവണ നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇപ്പം നമ്മൾ അരിച്ച് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഫോർത്ത് സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നീറ്റ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതാണ്. നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് പ്ലം ബ്രൗണിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്ലം എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ നമുക്ക് റിച്ച് പ്ലമ്മിൻ്റെ എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 ഡ്രോപ്സ്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം 2 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പൊടിച്ച പഞ്ചസാര വേണം ആഡ് ചെയ്തെടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് അതിന് വരെ എടുത്തേക്കുന്നത്. നമുക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിലും വൈറ്റ് ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ പാതി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഓവറായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ വെച്ചാൽ കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ അങ്ങ് ഫ്ലഫി ആക്കി എടുക്കണ്ട. പഞ്ചസാരയും മുട്ടയും കൂടെ ഒന്ന് യോജിപ്പിച്ച് കിട്ടിയാൽ മതി. അല്ല, അപ്പോൾ നമ്മളൊരു സെക്കൻഡ് സ്പീഡിലിട്ട് ഒരു മീഡിയം സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പഞ്ചസാര നല്ലപോലെ മെൽറ്റാവണം. പഞ്ചസാര എഗ്ഗും കൂടെ യോജിച്ച് പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടണം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും കമ്പൈൻ ചെയ്ത് നല്ലൊരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റ് ബാറ്റർ ഉണ്ടല്ലോ, മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം അതും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഇതൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇപ്പം നമ്മളതൊന്ന് ബീറ്റ് ചെയ്ത് ഇപ്പം സ്പീഡ് കൂട്ടി, വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ സ്പീഡായിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബീറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് വിസ്ക് വെച്ച് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 3 തവണയായിട്ട് ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ആഡ് ചെയ്യുന്ന മൈദയ്ക്കകത്തോട്ട് നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്, നമ്മൾ പ്ലം കേക്കിന് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതൊരു 1/4 കപ്പും പിന്നെ അതിൻ്റെ കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ, നമുക്ക് ആവശ്യത്തിന് എത്ര നമുക്ക് തോനെ വേണമെങ്കിൽ തോനെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അതെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ആഡ് ചെയ്തെടുക്കുന്നുള്ളൂ. കുറച്ച് ആഡ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റിലത്തെ
മൈദ മിക്സിലോട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കോട്ട് ചെയ്തിടുന്നതെന്ന് വെച്ചാൽ ഈവനായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടി മാത്രം പോയി കിടക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു സ്പാച്ചിൽ വെച്ച് സൈഡിൽ പറ്റി പിടിച്ചേക്കുന്നതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബേക്കിംഗ് ട്രേയിലോട്ട് ഇത് മാറ്റി കൊടുക്കണം. നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കിയ സമയത്ത് തന്നെ നമ്മൾ ഓവൻ എന്താ ചെയ്യണം, പ്രീ ഹീറ്റ് ചെയ്തിടണം. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിടണം. പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. 160 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സ് ആണ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ 20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആയോ, ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടോപ്പിങ്സിൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ നമ്മൾ ബട്ടറും പെപ്പറും ഒക്കെ മാറ്റി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലം ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് വേണമെങ്കിൽ ടോപ്പിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷോ ന്യൂട്രല്ലയോ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പ്ലം ബ്രൗണി ഇവിടെ റെഡിയായി കിട്ടി, നല്ലതുപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 9 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ബൈറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതേപോലെയും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നല്ല വീതിക്ക് നല്ലൊരു ഇതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 9 പീസസ് ആയിട്ട് നമുക്ക് നമ്മുടെ ബ്രൗണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗണി ഉണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എൻ്റെ പരീക്ഷണം വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിതൊരു ബേസിലോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് ഞാനിവിടെ കുറച്ച് ന്യൂട്രല്ല ആഡ് ചെയ്തു പൈപ്പിംഗ് ബാഗിലാക്കി അത് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് അല്ലെങ്കിൽ പിസ്താഷ്യോ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നമുക്ക് ഇന്ന് ടോപ്പിങ്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ന്യൂട്രല്ല പൈപ്പിംഗ് ബാഗിലാക്കി അതാണ് ടോപ്പിങ്സിൽ കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കാഷ്യൂസ് സെൻട്രലായിട്ട് ഓരോ കാഷ്യൂ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് കാഷ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രൗണിയുടെ ഫൈനൽ ലുക്ക്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.